ആരോഗ്യവകുപ്പിലെ സിസ്റ്റം എറർ ചൂണ്ടിക്കാട്ടിയ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ സംശയ നിഴലിൽ നിർത്തി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. കാണാതായ ശസ്ത്രക്രിയാ ഉപകരണം ഹാരിസിന്റെ മുറിയിൽ നിന്ന് കിട്ടിയെന്ന് പ്രിൻസിപ്പൽ. പുതിയത് വാങ്ങിക്കൊണ്ടുവച്ചതാകാമെന്ന് വിചിത്ര ന്യായം. തന്നെ കുടുക്കുകയാണെന്ന് സംഘടനയ്ക്ക് കത്ത് നൽകി ഡോക്ടർ ഹാരിസ്. പുലഭ്യം ആവർത്തിച്ച് ന്യൂസ് 18 വിനായകന്റെ മറുപടി. നടത്തിയ അസഭ്യവർഷങ്ങളെ ദളിത് കാർഡ് ഇറക്കി ന്യായീകരിക്കാനും ശ്രമം. ന്യൂസ് 18 ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്റർ അപർണ കുറുപ്പിന് നേരെ മറുപടി പോസ്റ്റിലും കടുത്ത അധിക്ഷേപം. അമ്മയിലെ മെമ്മറി കാർഡ് വിവാദത്തിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി കുക്കു പരമേശ്വരൻ. മെമ്മറി കാർഡുമായി തനിക്ക് ബന്ധമില്ല, കടുത്ത സൈബർ ആക്രമണം നേരിടുന്നെന്നും പൊന്നമ്മ ബാബുവിനെയും ഉഷ ഹസീനെയും പേരെടുത്ത് പറയുന്ന പരാതിയിൽ കുക്കു. കോൺഗ്രസ് പുനഃസംഘടന എങ്ങും എത്തിക്കാതെ നേതാക്കൾക്കിടയിലെ തർക്കം. തിരുവനന്തപുരം DCC പ്രസിഡന്റ് ചുമതല വഹിക്കുന്ന N ശക്തന്റെ പേരിൽ മറനീക്കി ഗ്രൂപ്പ് പോര്. 9 ജില്ലകളിലും അധ്യക്ഷന്മാർ മാറും. ആലപ്പുഴയിലെ സ്ത്രീകളുടെ തിരോധാനത്തിൽ പ്രതിയായ സെബാസ്റ്റ്യൻ കൊടും കുറ്റവാളിയായ സൈക്കോ. കോടീശ്വരനായിട്ടും 13 വർഷം ബാങ്കിൽ പോയിട്ടില്ല. ലക്ഷക്കണക്കിന് രൂപ കൊണ്ടു നടന്നിരുന്നത് ബിഗ് ഷോപ്പറിൽ. ആളുകളുടെ രീതി അറിഞ്ഞ് സംസാരിച്ച് വീഴ്ത്തുന്ന വിരുദ്ധന് വിനയായത് കാണാതായ സ്ത്രീകൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് വരുത്തി തീർത്തത്. തീരുവ തർക്കത്തിൽ കടുത്ത നിലപാട് ആവർത്തിച്ച് ഡൊണാൾഡ് ട്രംപ്. തീരുമാനമാകും വരെ ഇന്ത്യയുമായി വ്യാപാര കരാർ ചർച്ചയില്ല. പകരച്ചുങ്കം നിലവിൽ വന്നു, അമേരിക്കയ്ക്ക് വഴങ്ങില്ലെന്ന നിലപാടിൽ ഉറച്ച ഇന്ത്യ. വ്യാപാര ചർച്ചകൾക്കായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അടുത്ത മാസം ഇന്ത്യയിലേക്ക്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസിനെതിരായ ആരോപണത്തിൽ നാടകീയ വഴിത്തിരിവ്. കാണാതായ ശസ്ത്രക്രിയാ ഉപകരണം യൂറോളജി വിഭാഗത്തിൽ നിന്ന് കണ്ടെടുത്തു. എന്നാൽ ഇതേ ഉപകരണം 2-ാം തീയതി വാങ്ങിയ ബില്ലും ഡോക്ടർ ഹാരിസിന്റെ മുറിയിൽ നിന്ന് കണ്ടെടുത്തെന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതരുടെ വാദം. തന്നെ കുടുക്കാൻ ശ്രമം നടക്കുന്നു എന്ന് ഹാരിസ് വെളിപ്പെടുത്തിയതിന് പിന്നാലെയുള്ള അധികൃതരുടെ ഇപ്പോഴത്തെ നീക്കത്തിനെതിരെ വ്യാപക പ്രതിഷേധമുയരുന്നുണ്ട്. ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഗൂഢാലോചനയാണ് പുതിയ നീക്കത്തിന് പിന്നിലെന്ന് പ്രതിപക്ഷം കൂടി ആരോപിച്ചതോടെ വിവാദം പുതിയ തലത്തിലെത്തുകയാണ്. അവിടെ ഞങ്ങൾ ഒരു ഉപകരണം കണ്ടു, അത് പരിശോധിച്ചു. ഞങ്ങൾ ഒരു വിധത്തിൽ ഒരു സെറ്റ് ചെയ്യുന്ന സമയത്താണ് ചെറിയൊരു സംശയം, അവിടെ വേറൊരു ബോക്സും കൂടി ഇരിക്കുന്നു. പക്ഷേ ആ ബോക്സ് മിനിഞ്ഞാന്ന് കണ്ടില്ലായിരുന്നു. അങ്ങനെ ഒരു ബോക്സും കൂടെ കണ്ടപ്പോൾ അതും കൂടെ നോക്കിയപ്പോൾ അതിൽ ചെറിയ രീതിയിലുള്ള ബില്ലുകളും കാര്യങ്ങളും കണ്ടപ്പോൾ അതിൽ എന്തോ അസ്വാഭാവികത ഉണ്ട് എന്ന് തോന്നുകയും അങ്ങനെയാണ് വിശദമായിട്ട് ആ റൂം പരിശോധിക്കാൻ വേണ്ടിക്കൊണ്ട് വീണ്ടും ഞങ്ങൾ കുറച്ച് നേരം ഇരിക്കുകയും അതിനുശേഷം ഞങ്ങൾ നോക്കുകയും അതിനെപ്പറ്റി മനസ്സിലാക്കി പരിശോധിച്ച് ശരിയായ രീതിയിൽ റിപ്പോർട്ട് സർക്കാരിന് നൽകണം എന്നുള്ള ഉദ്ദേശത്തിലാണ് അത് ഇന്നലെ അവസാനിപ്പിച്ചത്. സാരംഗ് സുധാകരൻ വിവരങ്ങളുമായി. സാരംഗ്, ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള മെഡിക്കൽ കോളേജുകളിലെ സിസ്റ്റത്തിൽ കാര്യമായ തകരാറുണ്ട് എന്ന് പറഞ്ഞതാണ് ഡോക്ടർ ഹാരിസ് ചെയ്ത ആദ്യ കുറ്റം. പക്ഷേ ഇന്നത്തെ ഈ മെഡിക്കൽ കോളേജ് അധികൃതരുടെ വാർത്താ സമ്മേളനം കഴിയുമ്പോൾ ഈ ഹാരിസിനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തി ഹാരിസ് എന്തോ കാര്യമായ തെറ്റ് ചെയ്തു എന്ന് വരുത്തി തീർക്കാനാണോ ശ്രമിക്കുന്നത്? തീർച്ചയായും അത്തരത്തിലുള്ള ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കാരണം ഇത്തരത്തിലൊരു ആരോപണം നടക്കുകയും അതിനുശേഷം ഒരു അന്വേഷണം നടത്തി ഇതിനൊരു ശസ്ത്രക്രിയാ ഉപകരണം അവിടെ നിന്ന് കാണാതായി എന്നായിരുന്നു തുടക്കത്തിൽ അന്വേഷണ സമിതി കണ്ടെത്തിയത്. അതിനുശേഷം ഈ ഒരു ആഭ്യന്തര വിദ്യ, അതായത് മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽ അടക്കം നടത്തിയ പരിശോധനയിൽ ഈ ഒരു ശസ്ത്രക്രിയാ ഉപകരണം കണ്ടെത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതിൽ കൂടുതൽ വിവാദങ്ങളിലേക്ക് കടക്കുന്നത് എന്ന് വെച്ചാൽ 3 തവണ ഈ ഒരു പ്രിൻസിപ്പൽ അടങ്ങുന്ന അന്വേഷണ സംഘം ഈ ഒരു യൂറോളജി വിഭാഗത്തിൽ പരിശോധനകൾ നടത്തിയിരുന്നു. അതായത് 2-ാം തീയതി നടത്തിയ പരിശോധനയിൽ യൂറോളജി വിഭാഗം മുഴുവനായും, പിന്നീട് 6-ാം തീയതി നടത്തിയതിൽ ഈ ഒരു ഡോക്ടർ ഹാരിസിന്റെ മുറിയടക്കം ഉൾപ്പെടുത്തിയുള്ള പരിശോധനയാണ് നടത്തിയത്. ഈ 6-ാം തീയതി നടത്തിയ പരിശോധനയിലാണ് ഈ ഒരു കാണാതായ ഉപകരണം കണ്ടെത്തുന്നത്. പക്ഷേ അന്ന് ഈ ഒരു ഉപകരണത്തിന്റെ ഫോട്ടോ എടുക്കുകയും ഈ കാണാതായ ഉപകരണത്തിന്റെ പഴയ ഫോട്ടോ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഈ ഒരു സംശയം നിലനിൽക്കുന്നതിനനുസരിച്ച് അതിന് പിന്നീട് 7-ാം തീയതി പിന്നീടും ഒരു പരിശോധന നടത്തുകയായിരുന്നു. ഈ പരിശോധനയിലാണ് ഈ ഒരു പുതിയൊരു ബോക്സ് ഈ ഒരു മുറിയിൽ നിന്ന് കണ്ടെത്തുന്നത്. അതായത് ഡോക്ടർ ഹാരിസിന്റെ മുറിയിൽ നിന്ന്
മറ്റൊരു ബോക്സ് സംശയാതീതമായി കണ്ടെത്തുന്നത്. അപ്പോൾ ഈ ഒരു സംശയത്തിന്റെ പുറമെ നടത്തിയ ഒരു അന്വേഷണത്തിൽ ഈ ഒരു ബോക്സ് പരിശോധിച്ചപ്പോൾ ഈ ബോക്സിൽ നിന്നും ഈ ഒരു കാണാതായ ഉപകരണം 2-ാം തീയതി ഈ വാങ്ങിയതിന്റെ ഒരു ബില്ല് ഇത്തരത്തിൽ ഈ ബോക്സിൽ നിന്ന് ലഭിക്കുകയാണ് ഉണ്ടായത്. അത്തരത്തിൽ ഈ ഒരു ഉപകരണം, കാണാതായ ഉപകരണം പിന്നീട് വാങ്ങി അവിടെ വെച്ചതാണോ എന്നൊരു സംശയമാണ് ഇത്തരത്തിൽ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ അടക്കം ഉന്നയിക്കുന്നത്. അതായത് അത്തരത്തിലൊരു സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. മാത്രമല്ല CCTV പരിശോധന നടത്തിയ സമയത്ത് ഈ ഒരു CCTV പരിശോധനയിൽ ഡോക്ടർ ഹാരിസിന്റെ മുറിയിലേക്ക് ഒരു അജ്ഞാതൻ, അതായത് അനുവാദമില്ലാതെ ഒരാൾ കയറുന്നത്, അതായത് പൂട്ട് പൊളിക്കാതെ തന്നെ പൂട്ട് തുറന്ന് അകത്തേക്ക് കയറുന്ന ഒരു ദൃശ്യം ലഭിച്ചിട്ടുണ്ട് എന്നും പറയുന്നു. അതായത് ഇതിൽ അടിമുടി ഒരു ദുരൂഹത വീണ്ടും നിലനിൽക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ ഒരു ഉപകരണം കാണാതാകുന്നു, ആ ഉപകരണം ആഭ്യന്തര അന്വേഷണത്തിൽ അവിടെ നിന്ന് തന്നെ കണ്ടെത്തുന്നു. പക്ഷേ ആ ഉപകരണം വീണ്ടും പുതുതായി ഈ ഒരു ആശുപത്രിയിൽ കൊണ്ടുവച്ചതാണോ എന്നുള്ള സംശയത്തിലേക്ക് കൂടുതൽ കാര്യങ്ങൾ നീങ്ങുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ CCTV കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം നടത്തേണ്ടതുണ്ട്. കാരണം ഇത് ആര് കൊണ്ടുവച്ചതാണ്, ഈ ഒരു മറ്റൊരു സവിശേഷമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഉപകരണം കണ്ടെത്തിയ, അതായത് ഈ ബില്ല് കണ്ടെത്തിയ ബോക്സിനകത്തുള്ളത് മറ്റൊരു ഉപകരണമാണ്. അതായത് ഈ കാണാതായ ഉപകരണം അല്ല ആ ബോക്സിനകത്തുള്ളത്, അതിന് യൂറോളജി തന്നെ ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന മറ്റൊരു ഉപകരണമാണ് ഈ ഒരു പെട്ടിയിൽ നിന്ന് ലഭിച്ചത്. പക്ഷേ ബില്ല് മാത്രമാണ് ആ പെട്ടിയിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ കൃത്യമായ ഒരു അന്വേഷണം വേണമെന്നുള്ളത് തീർച്ചയാണ്. മാത്രമല്ല ഡോക്ടർ ഹാരിസ് ഈ ഒരു പത്രസമ്മേളനത്തിന് മുമ്പ് തന്നെ തനിക്കെതിരെ തന്നെ കൊടുക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്ന് മുൻകൂട്ടി തന്നെ ഈ ഒരു KGMCTക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല ഈ ഒരു തൻ്റെ ഔദ്യോഗിക മുറിയുടെ പൂട്ട് മാറ്റി സ്ഥാപിച്ചു എന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു. ഇത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ അന്വേഷണം, പോലീസ് അന്വേഷണത്തിലേക്ക് തന്നെ കാര്യങ്ങൾ കടക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഇതിൽ കൃത്യമായൊരു വിശദീകരണം നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീജ, സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ഡോക്ടർ ഹാരിസിനൊപ്പം എന്ന KGMCTA. ഹാരിസിനെ കുടുക്കാനാണോ ശ്രമം എന്ന് എല്ലാവർക്കും സംശയമുണ്ട്. HODയുടെ സാന്നിധ്യത്തിൽ പരിശോധന നടത്തിയില്ല. സ്വതന്ത്ര അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കണം. ഇതിനായി ആരോഗ്യമന്ത്രിക്ക് കത്ത് നൽകുമെന്നും KGMCTA നേതാക്കൾ അറിയിച്ചു. കൃത്യമായി തീരുമാനിച്ച് ഞങ്ങൾ മീഡിയയെ അറിയിക്കുന്നതായിരിക്കും. അതോറിറ്റീസിനെയും ക്ലിയറായിട്ട് ഞങ്ങൾ അറിയിക്കും. അപ്പോൾ ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് ആവശ്യത്തിൽ കൂടുതൽ സ്ട്രെസ് എല്ലാവരും കൊടുത്തു കഴിഞ്ഞു. ഒരു സിൻസിയറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു HOD എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് വന്ന ആ ഒരു സ്ട്രെസ് ഊഹിക്കാൻ കഴിയുന്നതിനപ്പുറമാണ്. അപ്പോൾ അതിനൊരിക്കലും KGMCT കൂട്ടു നിൽക്കുകയില്ല, അദ്ദേഹത്തോടൊപ്പം തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിലെന്താണ് നടന്നതെന്നുള്ളൊരു ക്ലാരിറ്റി വേണം. അതായത് പോസിറ്റീവായിട്ടാണോ ഈ അന്വേഷണം നടന്നത്, അതോ അന്വേഷണത്തിന് വേറെ എന്തെങ്കിലും ഉദ്ദേശങ്ങളുണ്ടോ, ഇതൊന്നും ഞങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ് ഞങ്ങൾ അടുത്ത് ചെയ്യേണ്ടതെന്നുള്ളത് ഞങ്ങൾ ഇന്ന് തന്നെ തീരുമാനിക്കുന്നതാണ്. അതിനെ തുടർന്ന് ഞങ്ങൾ പ്രസ് റിലീസും ചിലപ്പോൾ പ്രസ് മീറ്റ് നാളെ നടത്തുന്നതായിരിക്കും. KGMCTയുടെ വിശദീകരണമാണ് കേട്ടത്. ഡോക്ടർ റോസ്നാര ബീഗമാണ് സംസാരിച്ചത്. ഡോക്ടർ ഹാരിസിനെ സംരക്ഷിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടക്കുന്നുണ്ട്. ഡോക്ടറുടെ മേൽ ഒരു നുള്ളു മണ്ണ് വീഴാൻ അനുവദിക്കില്ലെന്നും VD സതീശൻ പറഞ്ഞു. കഫീൽ ഖാനെ BJP സർക്കാർ വേട്ടയാടിയതിനേക്കാൾ ക്രൂരമായിട്ടാണ് പിണറായി സർക്കാർ. എന്തായിരുന്നു ബഹളം കഫീൽ ഖാനെ വേട്ടയാടിയപ്പോൾ? അതിനേക്കാൾ ക്രൂരമായിട്ടാണ് ഡോക്ടർ ഹാരിസിനെ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ വേട്ടയാടുന്നത്. ഗൂഢാലോചന നടത്തി വേട്ടയാടുക. മുഖ്യമന്ത്രി പിണറായി വിജയനോട് എൻ്റെ അഭ്യർത്ഥന, ആരോഗ്യ മന്ത്രിയോട് ഈ ഹീനമായ നീക്കത്തിൽ നിന്നും പിന്മാറണം എന്നങ്ങ് ആവശ്യപ്പെടണം. ആരാണ് സൈക്കോ സെബാസ്റ്റ്യൻ? കോട്ടയം ഏറ്റുമാനൂരിലെ ജൈനമ്മ തിരോധാന കേസിൽ അന്വേഷണ സംഘത്തിന് ലഭിച്ചത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. പ്രതിയായ സെബാസ്റ്റ്യൻ 6 വർഷം വീതമുള്ള ഇടവേളകളിൽ ഇരകളെ കണ്ടെത്തിയിരുന്നു. പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ചായിരുന്നു പലരെയും സെബാസ്റ്റ്യൻ വരുതിയിലാക്കിയത്. 2012 ശേഷം ബാങ്ക് ഇടപാടുകൾ ഒഴിവാക്കി ബിഗ് ഷോപ്പറിലാണ് ഇയാൾ പണം കൊണ്ട് നടന്നിരുന്നത്. ആളുകളെ വേഗം മനസ്സിലാക്കി പെരുമാറാൻ അതിസാമർഥ്യമുള്ള ആളാണ് പ്രതി. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ചോദ്യങ്ങൾ പോലും വേഗത്തിൽ മനസ്സിലാക്കിയാണ് സെബാസ്റ്റ്യൻ കുഴപ്പിക്കുന്ന ഉത്തരങ്ങൾ നൽകുന്നത്. 10 വയസ്സുള്ള മകനെക്കുറിച്ച് ചോദിച്ചാൽ പ്രതി വൈകാരികമായി തളരുന്നുവെന്നും ചോദ്യം ചെയ്യലിൽ വ്യക്തമായി. 2002 മുതൽ സെബാസ്റ്റ്യനെ കുറിച്ചുള്ള നിരവധി നിർണായക വിവരങ്ങൾ കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘത്തിന് അന്വേഷണത്തിൽ ലഭിച്ചു. സെബാസ്റ്റ്യൻ എന്ന കൊലയാളിക്ക് പിന്നാലെ ക്രൈംബ്രാഞ്ച് സംഘം നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. സെബാസ്റ്റ്യന്റെ രീതികൾ, സ്വഭാവ സവിശേഷതകൾ, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതെന്ന അടക്കമുള്ള വിഷയങ്ങളിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ
അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. 2012 ശേഷം സെബാസ്റ്റ്യൻ ബാങ്ക് ഇടപാടുകൾ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ വളരെ പ്രധാനപ്പെട്ടത്. ഇത്തരം ആളുകളിൽ നിന്ന് കണ്ടെത്തുന്ന പണം, വസ്തു ഇടപാടുകളിൽ നിന്നടക്കം കണ്ടെത്തുന്ന പണം ബിഗ് ഷോപ്പറിൽ കൊണ്ടു നടക്കുന്ന രീതിയാണ്. അതിനുശേഷം ബ്ലേഡിനടക്കം പലിശയ്ക്ക് പണം കൊടുക്കുന്ന രീതിയും സെബാസ്റ്റ്യൻ ഉണ്ടായിരുന്നു എന്ന് അന്വേഷണ സംഘം കണ്ടെത്തുന്നു. പ്രത്യേകിച്ച് ബിന്ദു പത്മനാഭൻ കേസുമായി ബന്ധപ്പെട്ട് അതിൽ ഈ ബാങ്കുമായി ബന്ധപ്പെട്ട ഇടപാടുകളൊക്കെ വന്ന് പിടിക്കപ്പെട്ടതോടെയാണ് ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്ന സാഹചര്യമൊക്കെ വന്നിരുന്നു. അതിനുശേഷമാണ് ബാങ്ക് ഇടപാടിൽ നിന്ന് പരിപൂർണമായും മാറി തെളിവുകളില്ലാതിരിക്കാൻ ഇങ്ങനെ ചില രീതികളിലേക്ക് സെബാസ്റ്റ്യൻ കടന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കണ്ടെത്തൽ 6 വർഷം കൂടുമ്പോഴാണ് ഇത്തരം ക്രൈമുകളിലേക്ക് സെബാസ്റ്റ്യൻ കടന്നത് എന്നുള്ളതാണ്. അതായത് ഏതാണ്ട് 2006 ബിന്ദു പത്മനാഭൻ, അതിനുശേഷം 2012, പിന്നീട് 2018, 2024 ജൈനമ്മ കേസ്. ഈ നിലയിലാണ് പോകുന്നത്. അതിന് പ്രധാന കാരണമായി അന്വേഷണ സംഘം കാണുന്നത് എന്തെങ്കിലും ക്രിമിനൽ സംഭവങ്ങൾ ചെയ്താൽ, കൊലപാതകങ്ങൾ ചെയ്താൽ അതിൻ്റെ തെളിവ് പൂർണ്ണമായും നശിപ്പിക്കുക, അതുവരെ കാത്തിരിക്കുക എന്നുള്ളതായിരുന്നു സെബാസ്റ്റ്യൻ്റെ ഒരു രീതി എന്നുള്ളതാണ്. മറ്റൊന്നുള്ളത്, ഈ കേസുകൾ തമ്മിൽ ബന്ധമുണ്ട് എന്ന വളരെ നിർണായകമായ കണ്ടെത്തലും കോട്ടയത്തെ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിബുദ്ധിമാനാണ് സെബാസ്റ്റ്യൻ എന്നുള്ളതാണ്. അതായത് ഒരാളുമായി സംസാരിക്കുകയാണെങ്കിൽ വളരെ വേഗം അയാളെക്കുറിച്ച് മനസ്സിലാക്കി അയാൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അയാൾക്ക് വേണ്ട വിഷയങ്ങൾ സംസാരിച്ച് അയാളെ വരുതിയിലാക്കാൻ സെബാസ്റ്റ്യൻ അതിബുദ്ധിമാനാണ് അത്തരം കാര്യങ്ങളിൽ എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് ചോദ്യം ചെയ്യലടക്കം മനസ്സിലായത്. അതേപോലെ തന്നെ ആളുകളെ, ഉദ്യോഗസ്ഥരെ എന്ത് ചോദ്യം ചോദിക്കും എന്നതടക്കം കൃത്യമായി മനസ്സിലാക്കുന്നു. അങ്ങനെ മനസ്സിലാക്കി ഏറ്റവും ഒടുവിൽ ഉത്തരങ്ങളിലേക്ക് എത്താതെ വഴുതി പോകാനും സെബാസ്റ്റ്യന് കഴിയുന്നുണ്ട്. മകനെ ഓർത്ത് മാത്രമാണ് പലപ്പോഴും സെബാസ്റ്റ്യൻ വിഷമിക്കുന്നത്. ഏതാണ്ട് 58ാമത്തെ വയസ്സിലാണ് സെബാസ്റ്റ്യന് മകനുണ്ടാകുന്നത്. ഇപ്പോൾ 10 വയസ്സുണ്ട്. ഈ കുട്ടിയെ ഏറെക്കാലത്തിന് ശേഷം, കല്യാണത്തിന് കുറേ കാലം ശേഷമാണ് കുട്ടി ഉണ്ടാകുന്നത്. അതിന് സംസാര ശേഷിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇതിനെല്ലാം ചികിത്സയൊക്കെ നൽകുകയൊക്കെ ചെയ്തതാണ്. ആ നിലയിലാണ് മുന്നോട്ട് കൊണ്ടുപോയത് മകൻ്റെ കാര്യത്തിൽ എന്നുള്ളതാണ്. എന്തായാലും ഒരു കാര്യമുള്ളത്, ഇങ്ങനെയൊക്കെ ബുദ്ധി പല കാര്യത്തിലും കാണിക്കുമ്പോഴും അതിബുദ്ധി സെബാസ്റ്റ്യനെ കുടുക്കി. ഇപ്പോൾ ബിന്ദു പത്മനാഭൻ കേസിലും പിന്നീട് ബിന്ദു പത്മനാഭൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള പല ശ്രമങ്ങളും നടത്തി. ഏറ്റവും ഒടുവിൽ ജൈനമ്മ കേസിലും ജൈനമ്മയുടെ ഫോൺ ഉപയോഗിച്ച് മിസ് കോൾ അടിച്ചുകൊണ്ട് ജൈനമ്മ ജീവിച്ചിരിപ്പുണ്ട് എന്ന് കുടുംബങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തി എന്നുള്ളതാണ്. പക്ഷേ അത് ഈ പുതിയ കാലത്ത് CCTV-കളുടെയൊക്കെ കാലത്ത് മൊബൈൽ ടവർ ലൊക്കേഷനൊക്കെ പരിശോധിച്ചുകൊണ്ട് കേസ് അന്വേഷിക്കുന്ന കാലത്ത് സെബാസ്റ്റ്യനെ കുടുക്കി എന്നുള്ളതാണ്. അതാണ് ഈരാറ്റുപേട്ടയിലെ കടയിൽ CCTV-യിൽ സെബാസ്റ്റ്യൻ ജൈനമ്മയുടെ ഫോണുമായി നിൽക്കുന്ന ദൃശ്യങ്ങൾ പിടിച്ചതിലൂടെ വ്യക്തമാകുന്നത്. എന്തായാലും സാധാരണഗതിയിലുള്ള ഒരു പെട്ടെന്നുണ്ടാകുന്ന ക്രിമിനലുകൾ നടത്തുന്ന കൊലപാതകമല്ല സെബാസ്റ്റ്യൻ നടത്തിയിട്ടുള്ളത്. അത് കൃത്യമായ ഇടവേളകളിലാണ് എന്നുള്ളതാണ്. ഇത്തരം സംഭവങ്ങളിലൊക്കെ തെളിവ് കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളതാണ്, കൂടുതൽ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് കോട്ടയത്തെ അന്വേഷണ സംഘം നടത്തുന്നത്. ജി ശ്രീജിത്ത്, ന്യൂസ്. ജി ശ്രീജിത്തിന്റെ വിശദമായ റിപ്പോർട്ടാണ് നമ്മളിപ്പോൾ കണ്ടത്. മെമ്മറി കാർഡ് വിവാദത്തിൽ DGPക്ക് പരാതി നൽകി നടി കുക്കു പരമേശ്വരൻ. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന തന്നെ തേജോവധം ചെയ്യാനാണ് ശ്രമമെന്നും കടുത്ത സൈബർ ആക്രമണം നേരിടുകയാണെന്നും പരാതിയിൽ പറയുന്നു. അതേസമയം മെമ്മറി കാർഡ് എവിടെയെന്ന ചോദ്യത്തിന് കുക്കു പരമേശ്വരൻ മറുപടി നൽകണമെന്നാവശ്യപ്പെട്ട് താരസംഘടനയായ അമ്മയ്ക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ചില വനിതാ താരങ്ങൾ. മെമ്മറി കാർഡിന്റെ പേരിൽ തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നതായാണ് നടി കുക്കു പരമേശ്വരൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ പറയുന്നത്. മെമ്മറി കാർഡുമായി തനിക്ക് ഒരു ബന്ധവുമില്ല, അനാവശ്യമായി തന്റെ പേര് വലിച്ചിഴയ്ക്കുന്നു, താൻ കടുത്ത സൈബർ ആക്രമണം നേരിടുന്നതായും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന തന്നെ തേജോവധം ചെയ്യാനാണ് ശ്രമമെന്നും കുക്കു നൽകിയ പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. പൊന്നമ്മ ബാബു, ഉഷാ ഹസീന തുടങ്ങിയ അമ്മയിലെ അംഗങ്ങൾക്കെതിരെയാണ് പരാതി നൽകിയത്. അതേസമയം ദുരനുഭവങ്ങൾ റെക്കോർഡ് ചെയ്ത മെമ്മറി കാർഡ് എവിടെയാണെന്ന് അറിയിക്കണം, കുക്കു പരമേശ്വരൻ മറുപടി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിഷയത്തിൽ നടി ഉഷാ ഹസീന, പൊന്നമ്മ ബാബു, പ്രിയങ്ക, ലക്ഷ്മിപ്രിയ എന്നിവർ അമ്മയ്ക്ക് പരാതി നൽകി. ആരുടെ നിർദ്ദേശപ്രകാരമാണ് വീഡിയോ റെക്കോർഡ് ചെയ്തതെന്ന് വ്യക്തമാക്കണമെന്നും നടിമാർ ആവശ്യപ്പെട്ടു. മീടു ആരോപണങ്ങൾ ഉയർന്നതിന് പിന്നാലെയാണ് സംഘടനയിലെ വനിതാംഗങ്ങൾക്ക് അവരുടെ പ്രശ്നം തുറന്നു പറയാനായി ഒരു യോഗം വിളിച്ചത്. ആ യോഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത മെമ്മറി കാർഡ് ഉപയോഗിച്ച് കുക്കു പരമേശ്വരൻ ചില വനിതാ താരങ്ങളെ ഭീഷണിപ്പെടുത്തിയെന്നാണ് ആരോപണം. അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരൻ മത്സരിക്കുന്നതിന് പിന്നാലെയാണ് വിവാദങ്ങൾ ആളിക്കത്തുന്നത്. ന്യൂസ് 18 കൊച്ചി. യേശുദാസിനും അടൂർ ഗോപാലകൃഷ്ണനും എതിരായ വീഡിയോയിൽ
അടൂർ ഗോപാലകൃഷ്ണനുമെതിരായ അധിക്ഷേപ പരാമർശത്തിൽ വിനായകനെതിരെ ഒരു വീഡിയോ ന്യൂസ് 18 ചെയ്തിരുന്നു. ആ വീഡിയോയ്ക്ക് ന്യൂസ് 18 മറുപടി നൽകി വിനായകന്റെ പോസ്റ്റ്. പതിവ് പോലെ സഭ്യതയ്ക്ക് നിരക്കാത്ത വാക്കുകൾ നിരത്തിയാണ് മറുപടി. താൻ പറഞ്ഞ പുലഭ്യത്തെ അസഭ്യമാക്കി വ്യാഖ്യാനിച്ചു എന്നാണ് വിനായകന്റെ വാദം. പരിധി വിട്ട് നടത്തിയ പ്രസ്താവനകളെ ദളിത് കാർഡ് ഇറക്കി ന്യായീകരിക്കാനാണ് ഈ പോസ്റ്റിലും ശ്രമിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി നവമി ദിനേശ് കൊച്ചിയിൽ നിന്ന്. നവമി, പേരു പറഞ്ഞ് ന്യൂസ് 18 ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്റർ അപർണയെ അധിക്ഷേപിച്ചുകൊണ്ട് വാക്കുകൾ വെച്ച് വീണ്ടും ദളിത് കാർഡ് ഇറക്കി കളിക്കാനാണ് ഇത്തവണയും വിനായകൻ ശ്രമിച്ചിട്ടുള്ളത്. ആ പോസ്റ്റിൽ നിന്ന് എല്ലാ കാര്യങ്ങളും നമുക്ക് പറയാൻ കൊള്ളുന്നതല്ല പതിവ് പോലെ. എങ്കിലും ഏതൊക്കെ തരത്തിലാണ് ഈ പോസ്റ്റിൽ വിനായകൻ സ്ത്രീ മാധ്യമ പ്രവർത്തകരെ ഒപ്പം ന്യൂസ് 18 അപർണയെ ഒക്കെ അപമാനിച്ചിട്ടുള്ളത്? ശ്രീജ, ഇന്നലെ തന്നെ അപർണയുടെ ചിത്രം, ഈ വീഡിയോ നേരത്തെ ശ്രീജ സൂചിപ്പിച്ച പോലത്തെ അപർണ ചെയ്ത വിനായകനെതിരെ ചെയ്ത ഒരു വീഡിയോയുടെ ചിത്രം പോസ്റ്റ് ചെയ്തിട്ട് ഇതിന് മറുപടി നാളെ 12 മണിക്ക് നൽകുമെന്ന് തന്നെ ഇന്നലെ വിനായകൻ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. അതിനുശേഷം നമ്മൾ കാത്തിരിക്കുകയായിരുന്നു എന്താണ് വിനായകന് ഇതിലൊരു മറുപടി ഇനി എന്താണ് വിനായകന് പറയാനുള്ളതെന്ന്. വന്ന പോസ്റ്റിൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ്. വിനായകനിൽ നിന്നും ഇതിൽ കൂടുതൽ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുക എന്ന ചോദ്യമാണ് ഇപ്പോൾ ബാക്കിയാകുന്നത്. വീണ്ടും വളരെ മോശമായിട്ടുള്ള രീതിയിൽ മാധ്യമപ്രവർത്തകരെയും മാധ്യമപ്രവർത്തകമാരെയും ഒക്കെ, നമ്മുടെ അപർണയെയും ഒപ്പം ചാനൽ മേധാവികളെയും ഒക്കെ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് വിനായകൻ വീണ്ടും വിമർശിച്ചിരിക്കുന്നത്. ഇത് പലതും നമുക്ക് വായിക്കാൻ പോലും കഴിയാത്ത അത്ര മോശമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് വിനായകന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ആദ്യം പറയുന്നത് ഈ ഭീഷണിയാണത്രേ. ഭീഷണി എന്ന വാക്കിന്റെ അർത്ഥം അറിയാത്ത ഇതുപോലുള്ള ചാനൽ മേധാവികൾ എത്രമാത്രം വിഷമായിരിക്കും ഭാഷയിൽ ഒളിപ്പിച്ച് സമൂഹത്തിലേക്ക് കടത്തുന്നത് എന്നായിരുന്നു ആദ്യ ചോദ്യം. പിന്നീട് മാപ്രകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുലഭ്യം എന്ന വാക്ക് അസഭ്യമാകുന്നത് എങ്ങനെയെന്ന ചോദ്യം. അങ്ങനെ വലിയൊരു പോസ്റ്റ് തന്നെയാണ് അപർണയ്ക്കെതിരെയും ഒപ്പം മാധ്യമപ്രവർത്തകരെ ഒക്കെ മുഴുവൻ അടച്ച് ആക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റ് കൂടിയാണ് വിനായകൻ ഇട്ടിരിക്കുന്നത്. ഇതിൽ കൂടുതൽ ഒന്നും തന്നെ നമ്മൾ വിനായകനിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ല. വിനായകന്റെ തരത്തിലേക്ക് മറുപടി നൽകുവാൻ, അല്ലെങ്കിൽ വിനായകന്റെ ഭാഷയിൽ മറുപടി നൽകുവാൻ നമ്മൾ പഠിച്ചിട്ടില്ലാത്തത് കൊണ്ടും, അല്ലെങ്കിൽ നമ്മൾ പൊതുസമൂഹത്തിൽ പാലിക്കേണ്ട ചില മാന്യതകളൊക്കെ ഉള്ളത് കൊണ്ട് മാത്രം നമ്മൾ ഇതിന് മറുപടി നൽകുന്നില്ല. പക്ഷേ ഈ സൈബർ ഇടങ്ങളിൽ നിന്നുകൊണ്ട് മാത്രം വിനായകൻ ഇത്തരത്തിൽ പരാമർശങ്ങൾ നടത്താൻ കഴിയും. പൊതുസമൂഹത്തിൽ ഇറങ്ങി ഇതേ ഭാഷയിൽ വിനായകൻ സംസാരിക്കുകയാണെങ്കിൽ അതിനുള്ള മറുപടി ജനങ്ങൾ നൽകുകയും ചെയ്യും. എന്തായാലും വലിയ വിമർശനം തന്നെയാണ് ഇപ്പോഴും ഈ പോസ്റ്റിന് അടിയിൽ പോലും കമന്റ് ആയിട്ട് വിനായകനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നവരുമുണ്ട്. എന്നാലും ഇനി എന്താണ് ഇതിൽ KUWJ അടക്കം ഇതിലൊരു മറുപടി നൽകേണ്ടതുണ്ട്. കാരണം മാധ്യമപ്രവർത്തകരെ മുഴുവൻ ആക്ഷേപിക്കുന്ന തരത്തിൽ തന്നെയാണ് വിനായകൻ ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ശ്രീജ. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. പുലഭ്യം അസഭ്യമാക്കി മാറ്റി എന്നതാണ്. പുലഭ്യത്തിനും അസഭ്യത്തിനും ഒരേ അർത്ഥമാണ് മലയാള നിഘണ്ടുക്കളിലുള്ളത് എന്നതുകൊണ്ട് തന്നെ തീർത്തും അധിക്ഷേപകരമായ ഒരു വ്യക്തിയെ മാത്രമല്ല, സ്ത്രീ മാധ്യമ പ്രവർത്തകരെയും മുഴുവൻ ഈ സ്ഥാപനത്തെയും ഒക്കെ അപമാനിക്കുന്ന തരത്തിലാണ് ഇന്നത്തെ വിനായകന്റെ പോസ്റ്റ്. അതിനും കൈയടിക്കുന്നവരുണ്ട് എന്നതിനെ വളരെ സ്വാഭാവികമായി തന്നെ ഞങ്ങൾ കാണുകയും ചെയ്തു. വിനായകനെതിരെ എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് സർക്കാർ പിടിച്ചു കെട്ടിക്കൊണ്ടുപോയി ചികിത്സിക്കണം, ശക്തമായ നിയമ നടപടി സ്വീകരിക്കണം, സമൂഹത്തിന് ശല്യമാകുന്നവരെ ജനം തെരുവിൽ നേരിടേണ്ട അവസ്ഥയാകുമെന്നും മുഹമ്മദ് ഷിയാസ് പറഞ്ഞു. വിനായകൻ ലഹരി ഉപയോഗിച്ചിട്ടാണല്ലോ ഇതെല്ലാം നടക്കുന്നത്. ഇത് മാത്രമല്ലല്ലോ, അദ്ദേഹം താമസിക്കുന്ന ഫ്ലാറ്റിൽ അദ്ദേഹം ആ താമസക്കാരായിട്ടുള്ള ആളുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, താമസിക്കുന്ന ഇടത്ത് തന്നെ തുണി ഉരിഞ്ഞ് അദ്ദേഹം നടത്തുന്ന അധിക്ഷേപകരമായിട്ടുള്ള പരാമർശങ്ങൾ, പച്ചത്തെറിയാണ് വിളിച്ചു പറയുന്നത്. എത്രയോ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നമ്മളത് കാണാനും കേൾക്കാനും ഇടയാക്കി. അപ്പോൾ ഇത് ഒരു പൊതുശല്യമാണ് വിനായകൻ എന്ന് പറയുന്നത്. ആ പൊതുശല്യത്തെ ഒന്നല്ലെങ്കിൽ സർക്കാർ ചികിത്സിക്കണം, അല്ലെങ്കിൽ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണം. ഇതിങ്ങനെ നിരന്തരം ആവർത്തിച്ച് എല്ലാവർക്കും ഒരു തലവേദനയായി മാറുമ്പോൾ പിന്നെ ജനം തെരുവിൽ ഇവരെയൊക്കെ കൈകാര്യം ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. അതാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. ഒഡീഷയിൽ വൈദികർക്കെതിരായ ആക്രമണം മതസ്വാതന്ത്ര്യത്തിനും ന്യൂനപക്ഷത്തിനുമെതിരെയുള്ള അതിക്രമമെന്ന് CBCI അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്.
വൈദികർ അധിക്ഷേപം നേരിട്ടു. ആക്രമണം നടത്തിയത് തീവ്രവാദികളാണ്. ജാതി മത ഭേദമന്യേ എല്ലാവർക്കും ഇവിടെ ജീവിക്കാൻ കഴിയണം. കേന്ദ്രവും അതാത് സംസ്ഥാനങ്ങളും ഇടപെടണമെന്നും ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. ബന്ധപ്പെട്ട സർക്കാരുകൾ, എല്ലാ സർക്കാരുകളോടും, ഞാനിപ്പോൾ സംസ്ഥാനവും ഇതിലുണ്ട്, അവരോട് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന കാത്തു സൂക്ഷിക്കാൻ സർക്കാരുകൾ നടപടിയെടുക്കണം. അത് കേന്ദ്രമാണെങ്കിൽ സംസ്ഥാനം, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അതിനുറപ്പാക്കണം. അതുകൊണ്ട് ഞാനൊരു രാഷ്ട്രീയ പാർട്ടി പറയുന്നില്ല, എല്ലാവരും അവരവരുടേതായ രീതിയിലുള്ള വ്യാഖ്യാനമല്ല, സത്യം അറിഞ്ഞ് ഇത് ഇന്ത്യയാണ്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യമാണ്, ആ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടണം. അതുകൊണ്ട് ഇങ്ങനെ ശരിയാണ്, ഇന്ത്യയിൽ ക്രൈസ്തവർക്കെതിരായിട്ടുള്ള ഒരു ആക്രമണങ്ങൾ എന്ന് തന്നെ പറയാം. അത് ഇന്ത്യയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളും ഉണ്ട്. ഇപ്പോൾ ഞാൻ മറ്റു സ്ഥലങ്ങളിൽ പോയിരുന്നു, അവിടെയും ചില രാജ്യങ്ങളിൽ ഇതുമുണ്ട്. അതുകൊണ്ട് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സമാധാനവും സന്തോഷവും എല്ലാവർക്കും സഹവർത്തിത്വത്തിനും വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. ഇതിൽ ഏറ്റവും ഉറപ്പുവരുത്തേണ്ടത് സർക്കാരുകളുടെ ഭാഗത്തു നിന്നാണ്. ആര് ഭരിച്ചാലും, ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാലും. ഒഡീഷയിൽ വൈദികരെ ആക്രമിച്ചത് മതപരിവർത്തനം ആരോപിച്ച് ഭീഷണിപ്പെടുത്തിയെന്ന് ആക്രമിക്കപ്പെട്ട വൈദികന്റെ പിതാവ് ജോർജ്. അക്രമി സംഘത്തിൽ 80ഓളം പേരുണ്ടായിരുന്നു. ബൈക്കും ഫോണും നശിപ്പിച്ചു. ഫാദർ ലിജോയുടെ കൂടെ ഉണ്ടായിരുന്ന 2 പേർക്ക് പരിക്ക് പറ്റിയെന്നും ജോർജ് പറഞ്ഞു. 45 മിനിറ്റോളം കഴിഞ്ഞ പിന്നെ പോലീസ് വന്നിട്ടും അവർ അങ്ങോട്ട് അടുപ്പിക്കുകയല്ല പോലീസിനെ. പിന്നെ പോലീസുകാർ പറഞ്ഞത് ഇവരെ കൊണ്ടുപോയി ഞങ്ങൾ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് പോലീസിൻ്റെ കൊടുത്തുവിട്ട്. അങ്ങനെ പോലീസ് രക്ഷപ്പെടുത്തി മുറി കൊണ്ടാക്കി. ഇപ്പോൾ കേരളത്തിൽ പ്രശ്നങ്ങളായി കഴിഞ്ഞപ്പോഴത്തേനും അവിടെ കൂടുതൽ വിഷയങ്ങളാകുന്നുണ്ട്, വാർത്തയായപ്പോൾ. അതുകൊണ്ട് പിന്നെ കേസ് കൊടുക്കാനായിട്ട് ഒരു സത്യാവസ്ഥ എന്താണെന്ന് പോലീസ് സ്റ്റേഷനിൽ എഴുതി കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്ത് ഇരിക്കുന്നു. ബിജെപിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചേർന്ന് കർണാടകയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചെന്ന് രാഹുൽ ഗാന്ധി. 1 ലക്ഷം വോട്ടുകൾ കൊള്ളയടിച്ചു. ബംഗളൂരുവിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച പ്രതിഷേധ റാലിയിലാണ് രാഹുൽ ഗാന്ധിയുടെ വിമർശനം. इसका फाउंडेशन 1 मैन 1 वोट, हर हिंदुस्तानी नागरिक को यह संविधान 1 वोट का अधिकार देता है. पिछले चुनाव में बीजेपी ने कहा, मोदी जी ने, इनके नेताओं ने इस पर आक्रमण किया. हिंदुस्तान की संस्थाओं को खत्म करके इस पर आक्रमण किया. पिछले चुनाव में हमारे सामने एक सवाल उठा, लोकसभा का चुनाव हुआ, उसके बाद महाराष्ट्र का चुनाव होता है. लोकसभा में हमारा गठबंधन महाराष्ट्र के चुनाव को जीतता है. 4 महीने बाद बीजेपी महाराष्ट्र में विधानसभा जीतती है. आश्चर्यजनक नतीजा था कि 1 करोड़ नए वोटरों ने वोट किया विधानसभा में. 1 करोड़ नए लोग जिन्होंने लोकसभा में अपना वोट नहीं डाला था, जादू से ये विधानसभा में वोट डालने निकल आए. और जहां भी ये नए वोटर आए, वहां पर बीजेपी चुनाव जीती. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണവും വോട്ട് കൊള്ള ആരോപണവും ഉയർത്തി പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ലോക്സഭയും രാജ്യസഭയും തടസ്സപ്പെട്ടു. രാഹുലിന്റേത് രാഷ്ട്രീയ നാടകമെന്നും ആരോപണങ്ങൾ ഗൗരവമായി എടുക്കേണ്ട കാര്യമില്ല എന്നുമാണ് ബിജെപിയുടെ പ്രതികരണം. കോൺഗ്രസ് അധികാരത്തിലെത്തുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമെന്ന് രാഹുലിന്റെ മുന്നറിയിപ്പ് പ്രതിപക്ഷ നേതാവിന് ചേർന്നതല്ലെന്നും ബിജെപി വിമർശിച്ചു. लेकिन ये देखना चाहिए कि एक प्रतिपक्ष की पार्टी चुनाव हारने के बाद किस तरह लगातार तथ्यों के आधार पर झूठ का काम कर रही है. और सबसे ये तो उनकी अपनी चॉइस है, लेकिन अगर उनको आपत्ति है तो कोई फॉर्मल एविडेंस किसी ओथ पे उन्होंने दी हो. इलेक्शन कमीशन में ऐसा नहीं है. വിവരങ്ങളുമായി VR കാർത്തിക് ന്യൂസ് ഡെസ്കിൽ നിന്ന്. കാർത്തിക്, ഇന്നലെ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ, പുറത്തുവിട്ട വിവരങ്ങൾ, ഇതെല്ലാം കത്തിപ്പടരുന്നതാണ് കാണുന്നത്. ഇന്ന് പാർലമെന്റിലടക്കം ഇത് വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട്. ഇതിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി വരുന്നുണ്ട്. ഒപ്പം പ്രതിരോധിക്കാൻ ബിജെപിയുമായി ചേർത്താണല്ലോ പറയുന്നത്. പ്രതിരോധിക്കാൻ ബിജെപി എന്തൊക്കെ ന്യായങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്? എങ്ങനെയാണ് ഈ വിഷയം ഇപ്പോൾ ചർച്ചകളിൽ നിറയുന്നത്?
BJPയുടെ കേന്ദ്രമന്ത്രിമാരും കർണാടകയിലെ BJP സംസ്ഥാന പ്രസിഡന്റുമൊക്കെയാണ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചിട്ടുള്ളത്. അവർ പറയുന്നത് ഈ വിഷയം ഗൗരവമായി എടുക്കേണ്ട, നേരത്തെ തന്നെ ഉന്നയിച്ച ആരോപണങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരു തവണ മഹാരാഷ്ട്രയിലെ വിഷയമടക്കം വലിയ തോതിൽ പരിശോധിച്ചതുമാണ്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശരിയല്ലെന്ന് കണ്ട് തള്ളിക്കളഞ്ഞതുമാണ്. ഇത്തരത്തിലുള്ള ആരോപണങ്ങളാണ് BJP ഉന്നയിക്കുന്നത്. സ്വാഭാവികമായും ആ പ്രതിരോധം കൊണ്ട് നിലനിൽക്കുമെന്ന് തോന്നുന്നില്ല. കാരണം വോട്ടുകൊള്ള അടക്കമുള്ള കാര്യങ്ങളിൽ കഴിഞ്ഞ ദിവസം തെളിവുകൾ നിരത്തിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ചത്. ഇന്ന് ഒരു പടി കൂടി കടന്ന് ബാംഗ്ലൂരുവിൽ നിന്ന് ഇതിന്റെ പ്രതിഷേധത്തിനും തുടക്കം കുറിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണം ബാംഗ്ലൂരു സെൻട്രൽ മണ്ഡലത്തിലെ വോട്ടുകൊള്ളയാണ്. അതിൽ ഏറ്റവും പ്രധാനം മഹാദേവപുരയിലെ വോട്ട് കണക്കുകളുമായി ബന്ധപ്പെട്ടാണ്. അവിടെ ആ ബാംഗ്ലൂരിൽ നിന്ന് തന്നെ പ്രതിഷേധം ആരംഭിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഫ്രീഡം പാർക്കിലായിരുന്നു ഈ പ്രതിഷേധം. അവിടെയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ വാക്കുകൾ. തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും BJPയെയും ഒരുപോലെ കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു രാഹുലിന്റെ പ്രസംഗം. ഈ പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടിയതും കഴിഞ്ഞ ദിവസത്തെ കണക്കുകൾ സംബന്ധിച്ച് തന്നെയാണ്. ഇപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രധാനമായും ആവശ്യപ്പെടുന്നത് ഹരിയാന, കർണാടക, മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ ദിവസം തന്നെ കത്തയച്ചിരുന്നു. ആ കത്തിൽ പ്രധാനമായും ആവശ്യപ്പെട്ടത് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പ്രതിജ്ഞാപത്രത്തിൽ എഴുതി വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ അടക്കം തെളിവുകൾ സഹിതം ഹാജരാക്കിയാൽ അന്വേഷണം നടത്താം എന്നാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന വാദം. ഇന്ന് ഈ റാലിയിൽ അതിന് കഴിഞ്ഞ ദിവസം പറഞ്ഞ മറുപടി തന്നെ രാഹുൽ ആവർത്തിക്കുന്നു എന്നതും ഏറെ ശ്രദ്ധേയമാണ്. താൻ പാർലമെന്റിൽ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ഈ ഭരണഘടന തൊട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അതിനുമപ്പുറത്തേക്ക് ഒരു പ്രതിജ്ഞ എഴുതി നൽകി ഇതിനൊരു അന്വേഷണത്തെ നടത്താൻ തയ്യാറല്ല എന്ന തരത്തിലുള്ള മറുപടികളാണ് ഇപ്പോൾ രാഹുലിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. എന്തായാലും വോട്ടുകൊള്ള ആരോപണത്തിൽ വിഷയം സജീവമായി നിലനിർത്താനും മുന്നോട്ട് കൊണ്ടുപോകാനും തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. പ്രത്യേകിച്ച് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ വർഷം അവസാനം നടക്കുന്നു. തിങ്കളാഴ്ച തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ ഡൽഹിയിൽ വലിയ പ്രതിഷേധത്തിന് ഇന്ത്യ സഖ്യം തയ്യാറെടുക്കുന്നു. അത്തരത്തിൽ വിഷയം സജീവമാക്കി നിർത്താൻ കോൺഗ്രസ് ശ്രമിക്കുമ്പോൾ മുതിർന്ന നേതാക്കൾ, BJPയുടെ മുതിർന്ന നേതാക്കളുടെ അടക്കം പ്രതികരണങ്ങൾ വരണം. അതൊരുപക്ഷെ ഇന്ന് വൈകിട്ടോടുകൂടി വന്നേക്കും. ഇന്ന് പാർലമെന്റിലും വലിയ പ്രതിഷേധമുണ്ടായി. ലോക്സഭ 3 മണി വരെ പിരിയുകയും രാജ്യസഭ ഇന്നത്തേക്ക് പിരിയുകയും ചെയ്തു. 3 മണിക്ക് ശേഷം സീനിയർ നേതാക്കൾ ലോക്സഭയിൽ ഇതിന് മറുപടി നൽകുമോ എന്നതാണ് ശ്രദ്ധേയം. ഇനി PR കാർത്തിക്കാണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ് ഡെസ്കിൽ നിന്ന്. മേഘവിസ്ഫോടനമുണ്ടായ ഉത്തരാഖണ്ഡിലെ ധരാലിയിൽ രക്ഷാദൌത്യം ദുഷ്കരമായി തുടരുകയാണ്. തകർന്ന റോഡുകളും മോശം കാലാവസ്ഥയും വലിയ വെല്ലുവിളിയാണ്. ഹർഷീൽ, നെലാങ്, മറ്റാലി എന്നിവിടങ്ങളിൽ കുടുങ്ങിക്കിടന്ന 657 പേരെ രക്ഷപ്പെടുത്തി. 12 ഹെലികോപ്റ്ററുകളാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. മേഖലയിൽ കുടുങ്ങിയ മലയാളികളെ എയർലിഫ്റ്റ് ചെയ്ത് ഡെറാഡൂണിലേക്ക് മാറ്റി. സൈന്യം, ITBP, NDRF, SDRF, രജ്പുത്താന റൈഫിൾസ് എന്നിവർക്ക് പുറമെ സൈന്യത്തിന്റെ പ്രത്യേക സംഘവും രക്ഷാപ്രവർത്തനത്തിലുണ്ട്. ധർമ്മസ്ഥലയിലെ ദുരൂഹത. ധർമ്മസ്ഥലയിൽ SITയുടെ നിർണായക നീക്കം. പുതിയ സ്ഥലത്ത് മണ്ണ് കുഴിച്ച് പരിശോധിക്കുകയാണ് ഇപ്പോൾ. കല്ലേരി പെട്രോൾ പമ്പിന് സമീപമാണ് പരിശോധന നടത്താൻ തീരുമാനമായത്. KV ബൈജു വിവരങ്ങളുമായി. ബൈജു, ഇന്നലെ തന്നെ ബൈജു റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതുവരെ മാർക്ക് ചെയ്യാത്ത ചില സ്ഥലങ്ങളിൽ കൂടി വളരെ അപ്രതീക്ഷിതമായ രീതിയിലുള്ള പരിശോധന നടത്താൻ ഇടയുണ്ട് എന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രീജ, അപ്രതീക്ഷിത നീക്കമെന്ന് പറയേണ്ടി വരും. SITയുടെ 2 ദിവസത്തെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ ഇപ്പോൾ വീണ്ടും SIT പരിശോധന ആരംഭിച്ചിരിക്കുന്നു. ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ കല്ലേരി പെട്രോൾ പമ്പിന് സമീപത്തും വേളൂർ എന്ന് പറയുന്ന വനമേഖലയോട് ചേർന്ന പ്രദേശത്തിന് അകത്ത് ഇപ്പോൾ സംഘം കയറിയിരിക്കുന്നു. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ, ഇതിനകത്തേക്ക് മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല. ഈ വനത്തിനകത്തേക്ക് ഇപ്പോൾ ഈ ശുചീകരണ തൊഴിലാളിയെയും കൊണ്ട് വലിയൊരു സംഘം പോലീസ്, SIT ഉദ്യോഗസ്ഥർ ഇപ്പോൾ കടന്നിരിക്കുന്നു. ഇത് നേരത്തെ മാർക്ക് ചെയ്ത സ്ഥലമല്ല, നേരത്തെ ഏതെങ്കിലും തരത്തിൽ വെളിപ്പെടുത്തിയ അല്ലെങ്കിൽ പുറത്ത് അറിഞ്ഞ സ്ഥലമല്ല, ഏതെങ്കിലും പോലീസ് കാവലുണ്ടായ സ്ഥലമല്ല. പുതിയൊരു സ്ഥലമാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. എന്നാലും 2 ദിവസമായി 13ാം പോയിന്റ് കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന നടത്തുമെന്ന് നമുക്ക് വിവരം ലഭിച്ചത്. അവിടെ വലിയ തോതിലുള്ള പോലീസ് കാവലുമുണ്ടായിരുന്നു. പക്ഷേ അവിടെ പരിശോധന ഇന്ന് നടന്നില്ല. ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഈ സംഘം എത്തിയത്. ഈ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന അകത്തേക്ക് ഇപ്പോൾ കയറിപ്പോയതും. എന്തായാലും നിർണായക നീക്കം
വളരെ പ്രധാനമായ ഒരു സ്ഥലത്തേക്കാണ് ഇവർ പോകുന്നത്. നേരത്തെ ഒന്നും മാർക്ക് ചെയ്യാത്ത അതല്ലെങ്കിൽ പുറത്തു വിടാത്ത ഒരു സ്ഥലം, അങ്ങനെ ഒരു സ്ഥലത്താണ് ഇപ്പോൾ SIT കടന്നിരിക്കുന്നത്. രാവിലെ 10 മണിയോടുകൂടി തന്നെ ശുചീകരണ തൊഴിലാളി ബെൽത്തങ്ങാടിയിലെ SIT ക്യാമ്പ് ഓഫീസിലെത്തിയിരുന്നു. വലിയ തോതിലുള്ള കൂടിയാലോചനകൾ നടന്നു. അഭിഭാഷകരും ഒപ്പമുണ്ടായിരുന്നു. 13ാമത്തെ ആ ഒരു സ്പോട്ട്, അടയാളപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും അവസാനത്തെ സ്പോട്ട്, അവിടെ പരിശോധന നടത്തിയതിനു ശേഷം രണ്ടാം ഘട്ടം ഇനി എങ്ങനെ എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. പുതിയൊരു സ്ഥലത്ത് പരിശോധന നടത്തുന്നു. ഇനി എത്ര സമയം കഴിയുമ്പോൾ ഇവർ തിരിച്ചു വരും, എന്തൊക്കെ വസ്തുക്കൾ ഇവിടെ നിന്ന് ലഭിക്കും, അത് വളരെ പ്രധാനമാണ്. എന്തായാലും ശുചീകരണ തൊഴിലാളി കൃത്യമായി ഓർത്തിരിക്കുന്ന ഒരു പുതിയ സ്ഥലം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പെട്രോൾ പമ്പിന് കുറച്ചുകൂടി മുന്നോട്ട് വനത്തിനകത്താണ് ഈ ബേലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ പരിശോധന ആരംഭിച്ചിട്ടുള്ളത്. എന്തായാലും നിർണായക നീക്കമാണ് SIT ഇതെന്ന് പറയേണ്ടി വരും. ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി ഏതായാലും മുഖ്യമന്ത്രി സിദ്ധാരാമയ്ക്ക് കൈമാറിയ ഒരു ഘട്ടം കൂടിയുണ്ട്. SITയുടെ ഒരു അനിശ്ചിതത്വം നമ്മൾ നേരത്തെ തന്നെ അത് റിപ്പോർട്ട് ചെയ്തതാണ്. 2 ദിവസമായി പരിശോധന നടക്കുന്നില്ല. വലിയ തോതിലുള്ള കൂടിയാലോചനകൾ നടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ മുഴുവൻ സംഘാംഗങ്ങളും, അത് തൊഴിലാളികളെ ഉൾപ്പെടെ എത്തിച്ചുകൊണ്ട് വനമേഖലയിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത്. അതായത് JCB ഉപയോഗിച്ചുള്ള ഒരു പരിശോധനയല്ല, അങ്ങോട്ടേക്ക് JCB ഒന്നും കടക്കില്ല. കാരണം അത് പൂർണ്ണമായും വനമേഖലയാണ്. വലിയ തോതിൽ മരങ്ങളൊക്കെയുള്ള സ്ഥലങ്ങളാണ്. മൊബൈൽ റേഞ്ച് പോലും ഇല്ലാത്ത സ്ഥലമാണ്. ഇതിനകത്തോട്ട് കയറിയാൽ എന്തായാലും ഇവിടെ നിന്നും എന്തൊക്കെ നിർണായക വസ്തുക്കൾ കിട്ടുന്നു അത് വളരെ പ്രധാനമാണ്. SIT ഇപ്പോൾ ഉദ്യോഗസ്ഥരും എല്ലാവരും ഉണ്ട്. അതുപോലെ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ട്, ശുചീകരണ തൊഴിലാളിയുണ്ട്. പുതുതായി അഭിഭാഷകർക്ക് കൂടി ഈ മണ്ണ് കിഴിച്ചുള്ള പരിശോധനയ്ക്ക് അവർക്ക് ആ സ്ഥലത്തേക്ക് എത്താനുള്ള അനുമതിയും ലഭിച്ചിരിക്കുന്നു. അങ്ങനെ അഭിഭാഷക സംഘവും ഒത്ത് ശുചീകരണ തൊഴിലാളി ഇപ്പോൾ ഈ പരിശോധനയ്ക്കായി പുതിയൊരിടത്തേക്ക് പരിശോധനയ്ക്കായി മണ്ണ് കിഴിച്ച് ഭൂമിക്കടിയിലുള്ള രഹസ്യം തേടി ഇപ്പോൾ വനത്തിനകത്തേക്ക് പോയിട്ടുണ്ട്. ശ്രീജ, KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ധർമ്മസ്ഥലയിൽ അപ്രതീക്ഷിത നീക്കമാണ് ഇപ്പോൾ SIT നടത്തുന്നത്. അർജന്റീന ടീം ഒക്ടോബറിൽ അമേരിക്കയിലേക്ക്. ഷിക്കാഗോയിലാണ് അർജന്റീനയുടെ മത്സരങ്ങൾ. ഇതോടെ ഒക്ടോബറിൽ ടീം കേരളത്തിലേക്ക് വരില്ലെന്ന് ഉറപ്പായി. ഒക്ടോബറിലെ ഫിഫ വിൻഡോയിൽ ചൈനയിലേക്ക് പോകുമെന്നായിരുന്നു ആദ്യ റിപ്പോർട്ടുകൾ. നവംബർ 10നും 18നും ഇടയിലാണ് അടുത്ത വിൻഡോ. അങ്കോളയുടെ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് നവംബർ 11 അങ്കോളയിൽ സൗഹൃദ മത്സരം കളിക്കാനും അർജന്റീന ടീം സമ്മതം അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷം 7 ദിവസങ്ങൾ മാത്രമാണ് ഫിഫ വിൻഡോയിൽ ഈ വർഷം അർജന്റീനയ്ക്കുള്ളത്. പകൽ വാർത്ത പൂർണ്ണമാവുന്നു. ഇനി സകലമാന കേരളത്തിൽ ഭവ്യ പാർവതി.